ദുരന്തമുഖത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. അതൊരു കനത്ത വെല്ലുവിളി തന്നെയല്ലേ അവിടെ? ശ്രീജ, തീർച്ചയായും ഇപ്പോഴും ഇത്തരത്തിൽ ദുരന്തമുഖത്ത് 5 പേരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചു വരികയാണ്. രാത്രി മുഴുവനും ഇത്തരത്തിൽ തെരച്ചിൽ നടത്താനാണ് തീരുമാനം. കാലാവസ്ഥ ഒരുപക്ഷെ പ്രതികൂലമായെങ്കിൽ ഇത്തരത്തിൽ നിർത്തിവെക്കാനും ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും നാളെ 1 മണിയോടുകൂടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ ദുരന്ത പ്രദേശം സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 76 പേരടങ്ങുന്ന സംഘം NDRFന്റെ നേതൃത്വത്തിലുള്ള സംഘം രൂപീകരിച്ച് 4 സോണുകളിലായി നാളെ പരിശോധന ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ മറ്റു കാര്യങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, ഈ NDRFന്റെ സംഘത്തിന് പുറമെ ഇത്തരത്തിൽ സിവിൽ ഡിഫൻസ് സംഘങ്ങൾ, ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമായിരിക്കും നാളെ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യവും ഇന്നത്തെ അവലോകന യോഗത്തിന് ശേഷം മന്ത്രിമാർ വിശദീകരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. നിർമ്മാണ തൊഴിലാളിയാണ്, ദിലീപ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇയാളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ബാക്കിയുള്ളവരുടെ നില ഇത്തരത്തിൽ മറ്റുള്ളവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ ചികിത്സാ ചെലവ് ഉൾപ്പെടെ ഒന്നെങ്കിൽ കരാർ കമ്പനി അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ മന്ത്രി ടി സിദ്ദിഖ് ഉൾപ്പെടെ ഇപ്പോൾ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നാളെ പൂർണ്ണ തോതിലുള്ള രക്ഷാപ്രവർത്തനമായിരിക്കും ഈ പ്രദേശത്ത് നടത്തുക. ഗതാഗതം ഉൾപ്പെടെയുള്ള ഒരു സംവിധാനങ്ങളും ഇങ്ങോട്ടേക്ക് അനുവദിക്കുകയില്ല. ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിലുള്ള ഉദ്യോഗസ്ഥരെ മാത്രമായിരിക്കും കടത്തിവിടുക എന്നുള്ള കാര്യമാണ് പ്രധാനമായും അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാലം ഉൾപ്പെടെ ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഥമ പരിഗണന ഈ യോഗം ചേർന്നതിനു ശേഷം മന്ത്രിമാർ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഇത്തരത്തിൽ കാണാതായ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താനുമാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. എന്തായാലും വിവാദങ്ങൾ ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഘട്ടത്തിൽ ഇത് ഇപ്പോൾ പരിശോധിക്കേണ്ടതില്ല. ഈ രക്ഷാപ്രവർത്തനം ആദ്യം പൂർത്തിയാകട്ടെ. അതിനുശേഷം ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട നിർമ്മാണ കമ്പനിയുടെ അപാകതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരിക്കാം, തീരുമാനമെടുക്കാം. ആ കാര്യത്തിൽ കൂടുതൽ വിശദീകരണമാകാമെന്നുള്ള കാര്യമാണ് മന്ത്രിമാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. നാളെ ഇതിനോടകം തന്നെ 3 പേരുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി നാളെ ഈ മൃതദേഹങ്ങൾ എംബാം ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ക്രമീകരണങ്ങളും അതിനുള്ള ചുമതലകളും ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. അതായത് രക്ഷാപ്രവർത്തനത്തിനുള്ള ചുമതലയും അതുപോലെ തന്നെ ഈ ബോഡി കൈമാറ്റം ചെയ്യുന്നതിനുള്ള ചുമതലയും ഈ വീട്ടുകാർക്ക് സഹായം എത്തിക്കുന്നതിനുള്ള ചുമതലയും അങ്ങനെ വിവിധ കാര്യങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ റവന്യൂ ജില്ലാ കളക്ടർ, സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ജോസഫ്, യുദ്ധകാല അടിസ്ഥാനത്തിൽ NDRFനൊപ്പം സന്നദ്ധ സംഘടനകളൊക്കെ ചേർന്നാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ശ്രമകരമായൊരു ദൌത്യമാണ് അവർ നടത്തുന്നതെന്ന് നമുക്കറിയാം. കാരണം ശക്തമായ മഴയുണ്ട്. എങ്കിൽ കൂടി എല്ലാവരും ഒന്നു ചേർന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു. നിലവിൽ ആശുപത്രിയിലുള്ള ആളുകളുടെ ഒരു അവസ്ഥ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. ഈ സന്നദ്ധ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും പുരോഗതിയുള്ളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ടത്, നിലവിൽ 5 പേരെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആശുപത്രിയിൽ നിലവിൽ 7 പേരാണ് ചികിത്സയിലുള്ളത്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇതിൽ എല്ലാവരും നിർമ്മാണ തൊഴിലാളികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. മാത്രമല്ല, ഇതിൽ മലയാളിയായ ഒരു എഞ്ചിനീയർ, കുഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹവും ഇത്തരത്തിൽ എറണാകുളം സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ പരിക്ക് അത്ര സാരമുള്ളതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ബാക്കി ഒരാളുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. 2 പേർ ഇതിനോടകം തന്നെ ആശുപത്രി വിട്ടിട്ടുണ്ട് എന്നുള്ളതും ആശ്വാസകരമാണ്. എന്തായാലും ഈ ദുരന്തത്തിൽ മറ്റാർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമാണ്. കാരണം ഇത് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വഴിയാണ്. ഈ സമയം ഇത് മൺസൂൺ സമയം ആയതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ഈ പ്രദേശത്തേക്കൊക്കെ പോകുന്നതാണ്. പക്ഷേ ആർക്കും അങ്ങനെ അപകടമുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ചികിത്സാ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ക്യാമ്പ് പൂർണ്ണ അർത്ഥത്തിൽ പ്രവർത്തന സജ്ജമാക്കാൻ ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സൌകര്യം ഉൾപ്പെടെ കമ്മ്യൂണിറ്റി കിച്ചൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി ആയിരിക്കും ഈ ക്യാമ്പ് പ്രവർത്തിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല,
ഇത്തരത്തിൽ ഈ റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല ഈ ആളുകളെ കൂടുതലായി ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ തെരച്ചിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപാകതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാമെന്നുള്ള കാര്യം കൂടി ഇത്തരത്തിൽ സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഏകോപന ചുമതല ഇപ്പോഴും നൽകിയിരിക്കുന്നത് ജില്ലാ കളക്ടർക്കാണ്. ജില്ലാ കളക്ടർ മേഘശ്രീയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏകോപിപ്പിക്കുന്നത്. ശ്രീജ.